ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ എക്സാംസിന്റെ ഒരു സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓൾറെഡി സെക്ഷൻ കൺട്രോളറിന്റെ എക്സാം നമ്മുടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ജൂനിയർ എഞ്ചിനീയർ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3, NTPC പരീക്ഷകളുടെയും ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ 2024 നോട്ടിഫിക്കേഷൻ ഇട്ട് കേസും പൊല്ലാപ്പൊക്കെ ആയിരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞ് അതിന്റെ നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഇപ്പോൾ ലഭ്യമാണ്. റെസ്പോൺസ് ഷീറ്റ് നോക്കാത്ത കുട്ടികൾ നിങ്ങളുടെ റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, സൈറ്റിൽ കയറി റെസ്പോൺസ് ഷീറ്റ് നോക്കുക. റെസ്പോൺസ് ഷീറ്റ് ഇപ്പോൾ വന്നപ്പോൾ നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ സേഫ് സ്കോറിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? ഗ്രൂപ്പ് ഡിയുടെ സേഫ് സ്കോർ എത്രയാണ്, കട്ട് ഓഫ് എത്രയാണ്, ആരൊക്കെയാണ് ഓടാനും ചാടാനും തയ്യാറെടുക്കേണ്ടത്? കുട്ടികളുടെ പ്രധാനമായിട്ടുള്ള സംശയം ഇതാണ്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ആർക്കും കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഉണ്ട്, അപ്പോൾ നിങ്ങൾ എന്തായാലും കടന്നിരിക്കും. നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഉണ്ട്, നിങ്ങൾ കടക്കാൻ സാധ്യതയേ ഇല്ല എന്ന് ഒന്നും ആർക്കും പറയാനായിട്ട് പറ്റില്ല. കാരണം ആരുടെ കയ്യിലും അതിന് മാത്രമുള്ള ഡാറ്റ അവൈലബിൾ അല്ല. 1 കോടിയിൽ പരം ആളുകൾ എഴുതിയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഏത് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ 70%, 1 കോടിയിൽ പരം അപ്ലിക്കേഷൻസ് ഉണ്ട്, അതിന് 70% അറ്റൻഡൻസ് വന്നാൽ തന്നെ 70 ലക്ഷം ആളുകളെങ്കിലും എഴുതിയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ഇതിലെ ഓരോ സോണുകളിലും വ്യത്യസ്തമായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അതിൽ തന്നെ 101 ഷിഫ്റ്റുകളിലായിട്ടാണ് പരീക്ഷ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 101 ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എളുപ്പമുള്ള ഷിഫ്റ്റുകളുണ്ട്, ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റുകളുണ്ട്, നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പൊ ഇത്രയും വേരിയബിൾസ്, ഇത്രയും കാര്യങ്ങളുടെ ഒരു ആകെത്തുകയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും സേഫ് സ്കോർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, അത് നടക്കുന്ന കാര്യമല്ല. അത് ആകെ ചെയ്യാൻ പറ്റുന്ന RRBക്ക് മാത്രമാണ്. എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഡാറ്റകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ആരൊക്കെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ പർപ്പസ്. ഞാൻ തുടക്കത്തിൽ തന്നെ ഡിസ്ക്ലെയിമർ ഇട്ടത്, സാർ അന്ന് പറഞ്ഞ ഇത്ര മാർക്കുള്ള ആൾക്കാരൊക്കെ കിടക്കുന്നതാണല്ലോ, അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ആർക്കും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഇതിൽ ഓൾറെഡി ഇതിൻ്റെ ആദ്യ ഘട്ടമായിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് വരുന്നത്? ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതിയിട്ടുള്ളതിൽ ഇവിടെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ PET, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനേക്ക് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ആരെയാണ്? വേക്കൻസിയുടെ 3 മടങ്ങ് ആളുകളെ എങ്ങോട്ട് എടുക്കും? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് എടുക്കും. സപ്പോസ് ഇവിടെ 1000 ഒഴിവുകളാണ് ഒരു സ്ഥലത്ത്, ഒരു സോണിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഒരു സോണിൽ 1000 ഒഴിവുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ ഷോർട്ട് ലിസ്റ്റിൽ 3000 കുട്ടികളെ അവർ ഉൾപ്പെടുത്തും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വേണ്ടി നടത്തുന്ന ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരെ ഉണ്ടായിരിക്കുള്ളൂ? ഒഴിവ് എത്രയാണോ അത്ര ആളുകളെ ഉണ്ടായിരിക്കുള്ളൂ. ഈ രീതിയിലാണ് ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇരട്ടി ആളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസിയുടെയും 3 ഇരട്ടി ആളുകൾ എടുക്കും. അത് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ പറ്റിയിട്ട് നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ അവിടെ സ്നിപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, 3 ഇരട്ടി ആളുകൾ എടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി വൈസ് ടോട്ടൽ വേക്കൻസി ഓഫ് ദ പോസ്റ്റ് നോട്ടിഫൈഡ് അഗെയിൻസ്റ്റ് RRBs ഓർ RRC. നിങ്ങൾ ചെന്നൈ RRBയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെന്നൈ RRBയിൽ UR വേക്കൻസി 3000 ആണെങ്കിൽ 3000 ഗുണം 3, 9000 ആളുകൾ എന്ത് ചെയ്യും? ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടി? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി. അവിടുത്തെ OBC വേക്കൻസി 2000 ആണെങ്കിൽ 2000 ഗുണം 3, 6000 ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അല്ലേ. അത് മൊത്തത്തിൽ ഇനി 3 കൊണ്ട് ഗുണിച്ചാൽ, ഇപ്പോൾ ടോട്ടൽ ചെന്നൈയിലുള്ള ടോട്ടൽ ഒഴിവെന്ന് പറയുന്നത് 2600 ആണെന്നുണ്ടെങ്കിൽ 2600 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുന്നോ അത് തന്നെയാണ് ഈ ഓരോ ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസിനെ 3 കൊണ്ട് ഗുണിച്ചാലും കിട്ടുന്നത്. അതിലത് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസിയുടെ ടോട്ടൽ വേക്കൻസിയുടെ 3 ഇരട്ടി ആളുകൾ എടുക്കുന്നുള്ളത്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 ടെസ്റ്റാണ് ഉള്ളത്. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ്? ഒന്ന്, നിങ്ങൾ 35 കിലോ ഭാരം എന്ത് ചെയ്യണം? എടുത്തുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റിനകം ഓടിയെത്തണം. 100 മീറ്റർ ഓടിയെത്തണം. എത്ര സമയം കൊണ്ട്? 2 മിനിറ്റിനകത്ത് ഓടിയെത്തണം. അത് ഒരു തവണ കൊണ്ടേ നിങ്ങൾ എന്ത് ചെയ്യണം? ഓടിയെത്തണം. വിത്തൗട്ട് പുട്ടിങ് ദ വെയിറ്റ് ഡൗൺ. ഇതിൻ്റെ ഇടയിൽ 100 മീറ്റർ ഓടി 50 മീറ്റർ കഴിയുമ്പോൾ 35 കിലോ ഉള്ള ഭാരം എന്ത് ചെയ്യാം? താഴെ വെക്കാം എന്നൊരു ധാരണ വേണ്ട. നെഞ്ചളവിൽ 35 കിലോ ഉള്ള ഭാരം എടുത്ത് കൈ പിടിച്ചുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ ഓടിയെത്താൻ സാധിക്കണം. അങ്ങനെ ഓടിയെത്തുന്ന കുട്ടികളെ കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും. അതെന്താണ്? 1000 മീറ്റർ അഥവാ 1 കിലോമീറ്റർ നിങ്ങൾ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഒറ്റ ചാൻസിൽ ഓടിത്തീർക്കണം.
1 കിലോമീറ്റർ ദൂരം 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഒറ്റ ചാൻസിൽ ഓടി തീർക്കണം. ഇത് തന്നെയാണ് പെൺകുട്ടികളുടെ റിക്വയർമെന്റും. പക്ഷെ ഭാരത്തിലും സമയത്തിലും ചെറിയ വ്യത്യാസമുണ്ട്. 35 കിലോ ആണ് ആൺകുട്ടികൾ ഉയർത്തേണ്ടതെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ 20 കിലോ ഭാരം ഉയർത്തണം. 2 മിനിറ്റ് ആണ് സമയം വരുന്നത്. ഇവിടെ 1000 മീറ്റർ അഥവാ 1 കിലോമീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ടാണ് പെൺകുട്ടികൾ ഓടിയെത്തുന്നത്. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ടാണ് ഓടിയെത്തുന്നത്. എന്നാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടാത്ത ആളുകളുണ്ട്. നിങ്ങളുടെ കൈവശം CCAA സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യു വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ എക്സ് സർവീസ് മാൻ ഉണ്ടെങ്കിൽ യു വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഈ വീഡിയോ കാണുന്നതിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. ട്രാൻസ്ജെൻഡേഴ്സ് പീപ്പിൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി പ്രഗ്നന്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട്. അത് നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പോകുന്ന സമയത്ത് എ സെൽഫ് ഡിക്ലറേഷൻ ഇൻഡിക്കേറ്റിംഗ് അബൌട്ട് ഹെർ പ്രഗ്നൻസി സ്റ്റാറ്റസ് ഷാൽ ബി സബ്മിറ്റഡ് ബൈ ഹെർ. എല്ലാ ഫീമെയിൽ കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യണം? ഒരു സെൽഫ് ഡിക്ലറേഷൻ എഴുതി കൊണ്ടു ചെല്ലണമെന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് ഇനി കടക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നുള്ളത് മനസ്സിലായി. എത്ര ഇരട്ടി ആളുകളെയാണ് വേക്കൻസിയുടെ ഒഴിവിൽ നിന്നും അല്ലെങ്കിൽ ഒഴിവിൽ നിന്നിട്ട് എത്ര ഇരട്ടി ആളുകളെയാണ് നിങ്ങളെ ക്വാളിഫൈ ആക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മുടെ സേഫ് സ്കോർ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പോൾ അവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2 സൈറ്റുകളാണ്. റാങ്ക് മിത്ര എന്ന് പറയുന്ന ഒരു സൈറ്റും റാങ്ക് ഗുരുജി എന്ന് പറയുന്ന ഒരു സൈറ്റും. പൊതുവിൽ നോർത്ത് ഇന്ത്യൻസ് ഫോളോ ചെയ്യുന്ന ഒരു സൈറ്റാണ്. നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും. ഈ റെസ്പോൺസ് ഷീറ്റിന്റെ ആ URL കോപ്പി ചെയ്ത് റാങ്ക് മിത്ര എന്ന് പറയുന്ന സൈറ്റിനകത്ത് അല്ലെങ്കിൽ ആ സൈറ്റ് ഗൂഗിൾ ചെയ്ത് വെക്കുക. അതിനകത്ത് ഗ്രൂപ്പ് D എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് 2-3 ഡാറ്റ കൂടെ ഫില്ല് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഏത് RRBയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് ഫില്ല് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസ് ഷീറ്റ് പ്രകാരമുള്ള നിങ്ങളുടെ മാർക്ക് ആ പർട്ടിക്കുലർ സോണിൽ എത്രാമത്തെ ആളാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഇത് 2 സൈറ്റിലും ലഭ്യമാണ്. റാങ്ക് മിത്ര എന്ന് പറയുന്ന സൈറ്റിലും റാങ്ക് ഗുരുജി എന്ന് പറയുന്ന സൈറ്റിലും ലഭ്യമാണ്. ഞാൻ അത് വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു 1,08,00,000 ആളുകൾ അപ്ലൈ ചെയ്ത പരീക്ഷ. എത്ര ശതമാനം ആളുകൾ, നമ്മളൊരു 70% അറ്റൻഡൻസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തന്നെ 70 ലക്ഷം ആളുകളെങ്കിലും പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ 70 ലക്ഷത്തിൽ റാങ്ക് മിത്ര എന്ന് പറയുന്ന സൈറ്റിനകത്ത് അവരുടെ ഡാറ്റ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 3 ലക്ഷം, ചിലപ്പോൾ ഇപ്പോൾ അതൊരു 4 ലക്ഷം ആളുകളായി കാണിരിക്കും. ഇന്നലെ ഒരു 3 ലക്ഷം ആളുകളാണ് ഇന്നലെ വരെ ആ സൈറ്റിനകത്ത് ഡാറ്റ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ആയി കാണാതിരിക്കാം, അറിയില്ല. മറ്റേ നമ്മുടെ റാങ്ക് ഗുരുജിക്കകത്ത് 1 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ്? നിങ്ങൾ തന്നെ ഒന്ന് കണക്കൂട്ടി വെക്കുക. ഈ പറഞ്ഞ പോലെ ഒരു 10% ആളുകൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ സൈറ്റിനകത്ത് അവരുടെ ഡാറ്റ അപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ 10% പോലും ഇല്ലാത്ത ഒരു ഗ്രൂപ്പിന്റെ ഡാറ്റ വെച്ചുകൊണ്ടുള്ള ഒരു സേഫ് സ്കോർ അനാലിസിസ് ആണിത്. അപ്പോൾ അതിനെ നമുക്ക് എക്സാക്റ്റ് ആണെന്നോ ഇതുപോലെ തന്നെ വരുമെന്നോ യാതൊരു കാരണവശാലും പറയാനായിട്ട് പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് അത് വെച്ചുകൊണ്ട് ചില ധാരണകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ കാണുന്ന കുട്ടികൾ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് മനസ്സിലാക്കി, നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ് എത്രയാണ്, ഏത് ഷിഫ്റ്റാണ്, ആ ഷിഫ്റ്റിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എത്രയാണ്, അതിന് എത്ര കുട്ടികൾക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ ഇനി ഓടാനും ചാടാനൊക്കെ തയ്യാറെടുക്കണോ, അത് അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്ത് അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡിക്കാണോ ഞാൻ ഇനി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റാങ്ക് മിത്ര എന്ന് പറയുന്ന സൈറ്റ്, റാങ്ക് ഗുരുജി എന്ന് പറയുന്ന സൈറ്റ്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ആവറേജ് മാർക്ക് കിടക്കുന്നത് ഏത് ഷിഫ്റ്റിലാണെന്നുള്ളതാണ്. ഏറ്റവും ലോവസ്റ്റ് ആവറേജ് മാർക്ക് റാങ്ക് മിത്രയിൽ പറഞ്ഞിരിക്കുന്നത് 19/12, അതായത് ഡിസംബർ 19-ാം തീയതി മോർണിംഗ് ഷിഫ്റ്റിൽ 42 മാർക്കാണ് അവിടെ ആവറേജ് മാർക്കാണ് ഞാൻ പറയുന്നത്, ടോപ്പ് മാർക്കല്ല, ആവറേജ് മാർക്കാണ്. അപ്പോൾ ആ ഷിഫ്റ്റിൽ അറ്റൻഡ് ചെയ്ത 3012 കുട്ടികൾ അവരുടെ റെസ്പോൺസ് ഷീറ്റ് ഈ 19/12/2025 ഡിസംബർ 19-ാം തീയതിയിലെ മോർണിംഗ് ഷിഫ്റ്റിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള 3012 കുട്ടികൾ അവരുടെ റെസ്പോൺസ് ഷീറ്റ് എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു. അപ്പോൾ അവരുടെ ആവറേജ് മാർക്ക് 42 ആണ്. അങ്ങനെ എത്ര ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 ഷിഫ്റ്റിലെയും കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരവരുടെ മാർക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് മാർക്ക് ഈ ഷിഫ്റ്റിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ആവറേജ് മാർക്ക് എന്നാണ് ആര് പറയുന്നത്, റാങ്ക് മിത്ര പറയുന്നത്. റാങ്ക് ഗുരുജി പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. 42 തന്നെയാണ് ആവറേജ്. പക്ഷേ നവംബർ 27-ാം തീയതിയിലത്തെ ഷിഫ്റ്റാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ കുറച്ച് കുട്ടികൾ കമ്പയർഡ് ടു റാങ്ക് മിത്ര കുറച്ച് കുട്ടികൾ മാത്രമാണ് ആ ഷിഫ്റ്റിൽ നിന്ന് ഡാറ്റ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. റാങ്ക് ഗുരുജിയിൽ
അപ്ലോഡ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം പൊതുവിൽ കുറവാണ് കമ്പയർഡ് ടു റാങ്ക് മിത്ര. ഓക്കെ, ഇനി ഹയസ്റ്റ് മാർക്ക്, അതായത് ഏറ്റവും എളുപ്പമുള്ള ഷിഫ്റ്റ് ഏതാണെന്നുള്ള ചോദ്യത്തിൽ ഈ രണ്ട് വെബ്സൈറ്റും പറയുന്നത് ഒരേ ഷിഫ്റ്റാണ്. ഏതാണത്? ഡിസംബർ 14 രാവിലത്തെ ഷിഫ്റ്റ് വളരെ എളുപ്പമുള്ളതായിരുന്നു. 50-ൽ പരം മാർക്കാണ് അവിടുത്തെ ആവറേജ് മാർക്ക്. ഏറ്റവും കുറഞ്ഞ മാർക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ആവറേജ് 42 ആണെങ്കിൽ 55 മാർക്ക് വരെ കിട്ടിയിട്ടുള്ള ഷിഫ്റ്റുകളും ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു 13 മാർക്കിന്റെ വേരിയേഷൻ ഉണ്ട്. ഈ 13 മാർക്കിന്റെ വേരിയേഷൻ എന്തിലും വരും, നോർമലൈസേഷനിലും വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് 50 മാർക്കേ ഉള്ളൂ, ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ 13 മാർക്ക് വരെ ഇൻക്രീസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ റാങ്ക് മിത്രയുടെയും റാങ്ക് ഗുരുജിയുടെയും സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 101 ഷിഫ്റ്റുകൾ എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഡാറ്റ എല്ലാം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. നിങ്ങൾ തന്നെ കയറി നോക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ചിലപ്പം ഇത് SSCയുടെ കുട്ടികളും അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മുടെ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ചെയ്യുന്നതാണ്. പല കുട്ടികളും ചിലപ്പോൾ അറിയാത്തവരുണ്ടായിരിക്കും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ സൈറ്റുകളൊക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്ത നമ്മൾ എന്താ നോക്കാനായിട്ട് പോകുന്നത്? 1,18,853 പേരാണ് റാങ്ക് മിത്രയിൽ അവരുടെ റെസ്പോൺസ് ഷീറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്തുനിന്ന് 95 മാർക്കിന് മുകളിൽ കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ട് 4 പേര് അല്ലേ. 90-ന് മുകളിൽ 28 പേര്, 85-ന് മുകളിൽ 433 പേര്. ഇനി ഇത് റാങ്ക് ഗുരുജിയാണ്. റാങ്ക് ഗുരുജിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1,45,000 പേരാണ് അവരുടെ റെസ്പോൺസ് ഷീറ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൽ 91-ന് മുകളിൽ 6 പേരുണ്ട്, 86-ന് മുകളിൽ 60 പേരുണ്ട്. അങ്ങനെ 1,43,649 പേര്, ഒരു മാർക്കിന് മുകളിൽ കിട്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് ഇവിടെ ടോട്ടലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ CBT കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് ക്വാളിഫൈ ആവുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? 3 ഇരട്ടിയാണെന്നുള്ള കാര്യം അറിയാം. ഞാൻ ഇത് വെച്ചുകൊണ്ട്, ഈ ഒരു കണക്ക് വെച്ചുകൊണ്ട് ചെന്നൈ RRBയെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ചെന്നൈ RRB ആണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 21 RRBകളെയും എടുത്ത് കാണിക്കുക എളുപ്പമല്ല, 101 ഷിഫ്റ്റുകളെയും അനാലിസിസ് നടത്തുക എളുപ്പമല്ല. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ചെന്നൈ RRB ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ 2 സൈറ്റുകളും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡാറ്റ അനാലിസിസ് നടത്താവുന്നതാണ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെന്നൈ RRBയിൽ 33,627 പേരാണ് എവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്? റാങ്ക് മിത്രയിൽ അവരുടെ റെസ്പോൺസ് ഷീറ്റ് 33,627 പേര് റാങ്ക് മിത്രയിൽ ചെന്നൈ RRBയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ അവരുടെ റെസ്പോൺസ് ഷീറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇവിടെ വേക്കൻസി ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. UR വേക്കൻസി 1089 ആണ്. നമ്മൾ നേരത്തെ കണ്ടു 3 ഇരട്ടി ആളുകളെ ആയിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് എന്ത് ചെയ്യുക, ക്വാളിഫൈ ആക്കുക. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3,267 UR കാൻഡിഡേറ്റ്സ്. OBC ആണെന്നുണ്ടെങ്കിൽ 2,094 OBC-കാർ, EWS-കാരാണെന്നുണ്ടെങ്കിൽ 837 EWS-കാർ, SC-കാരാണെന്നുണ്ടെങ്കിൽ 1,191 SC-കാർ, ST-കാരാണെങ്കിൽ 684. അങ്ങനെ ആകെ 8,082 ആളുകളെ എന്ത് ചെയ്യും? ചെന്നൈ RRBയുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ അതിനകത്ത് 8,100 ആളുകളെങ്കിലും കാണും. ഏകദേശം 8,100ഓളം ആളുകൾ അതിനകത്ത് ഉൾപ്പെടും. ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം നോക്കുക. 37,303, 340, 1,338, 3,580, 6,828. അതായത് 65-നും 70-നും ഇടയിൽ മാർക്ക് ആവുമ്പോഴേക്കും 8,000 കുട്ടികൾ തികഞ്ഞു എന്നർത്ഥം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോ സ്കോർ ആണ്. ഇതെന്താണ്? റോ സ്കോർ ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 65 മുതൽ 70 മാർക്കിനിടയിലാണ് ഒരു ആവറേജ് കട്ട് ഓഫ് വരാനുള്ള സാധ്യത എവിടെ? ചെന്നൈ RRBയിൽ. ഇനി അത് കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസിയും കൂടെ നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പോൾ UR ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം URലേക്ക് ഈ UR കാൻഡിഡേറ്റ്സ് മാത്രമല്ല വരിക. ആരും എലിജിബിൾ ആണ്? OBC-കാർ എലിജിബിൾ ആണ്, EWS-കാർ എലിജിബിൾ ആണ്, SC-കാർ എലിജിബിൾ ആണ്, ST-കാർ എലിജിബിൾ ആണ്. അപ്പോൾ UR കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുള്ള OBC-കാരനെ UR ആയിട്ടാണ് പരിഗണിക്കുക അല്ലേ? അതുകൊണ്ട് തന്നെ UR കട്ട് ഓഫ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഒരു 75+ എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ നമ്മുടെ ചെന്നൈ RRBയിൽ. OBC-കാരാണെങ്കിൽ 70 മുതൽ 75. നമുക്കറിയാം 2,094 പേരെയാണ് OBC-യുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. 2,094 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കണക്കൂട്ടി നോക്കുക. 194-ഉം 198-ഉം 24, 224, 910-ഉം 224-ഉം 1,100, 1,100, 2,000 അല്ല. അപ്പൊ 70-നും 75-നും ഇടയിൽ തന്നെ ആര് വരുന്നു? OBC-കാർ വന്നു. EWS-കാർ എന്ന് പറയുന്ന 65-നും 70-നും ഇടയിലാണ്. 837 വേക്കൻസിയാണ് വരുന്നത്. ഇതെല്ലാം കൂടെ കൂട്ട്. EWS-ന്റെ 46-ഉം 7-ഉം 132, 346, 664 എത്ര വന്നു? ഇതിനിടയിലാണ് വരുന്നത്.
65-നും 70-നും ഇടയിൽ വന്നു. SC കാരെന്ന് പറയുമ്പോൾ 65-നും 70-നും ഇടയിൽ തന്നെയാണ് SC കാരുടെയും ഒഴിവ് വരുന്നത്. ഇവിടെ നോക്കി അറിയാം 1191 ഇതിന് മുന്നേ ഉള്ള എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഏകദേശം 1191 കിട്ടും. ഇനി ST കാർ 684. അപ്പോൾ അവർ 55-നും 60-നും ഇടയിലുള്ള ഒരു ഘട്ടത്തിലാണ് ആരുടെ കട്ട് ഓഫ് എടുക്കുന്നുണ്ടായിരിക്കുക? ST കട്ട് ഓഫും എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇത് പ്യുവർലി റാങ്ക് മിത്രയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള, ചെന്നൈ RRBയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള 33,627 കുട്ടികളുടെ മാർക്ക് വെച്ചുകൊണ്ട് പറയുന്നതാണ്. അതായത് ഈ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് അത് റോ മാർക്കാണ്. ഇതിലെ ഡാറ്റ എന്തിലാണ്? റാങ്ക് മിത്രയിലെ ഡാറ്റ വെച്ചുകൊണ്ട് മാത്രം ഉള്ളതാണ്. ഈ റാങ്ക് മിത്രയെ പറ്റി ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ പലരും ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ ഇത് കണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡാറ്റയിൽ വീണ്ടും മാറ്റം വരും. അപ്പൊ ഇതൊന്നും ഫൈനലല്ല. ഇതുവരെ അപ്ലോഡ് ചെയ്ത ഡാറ്റ വെച്ച് ഇത്രയൊക്കെ കുട്ടികൾക്ക് ഓൾറെഡി ഈ മാർക്കുകൾ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് റോ മാർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ നിങ്ങൾ പരിഗണിക്കുക. നിങ്ങൾ എഴുതിയ ഷിഫ്റ്റ് എളുപ്പമുള്ളതായിരിക്കാം, ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റിലുള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ ആവറേജ് മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചെന്നല്ലോ നിങ്ങൾക്ക്. ആവറേജ് മാർക്ക് എത്രയാണ് മാറിയിരിക്കുന്നത്? ഇവിടെ കണ്ടോ, 42 ഏറ്റവും ലോവസ്റ്റ്, 54 എന്ന് പറഞ്ഞാൽ 12 മാർക്ക് ഇവിടെയും ഏകദേശം 13 മാർക്ക് ഇവിടെയും വന്നിട്ടുണ്ട്. ഈ 13 മാർക്കും 12 മാർക്കൊക്കെ നോർമലൈസേഷനിലും മാറും. അത്ര വരെയൊക്കെ മാറാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 75 ആണ് URന്റെ സ്കോർ. അപ്പോൾ 62 ഉള്ള കുട്ടിക്ക് വേണമെങ്കിൽ നോർമലൈസേഷനിൽ 75 ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഇല്ലേ? അപ്പോൾ ഒരു 65 മാർക്കിന് മുകളിലുള്ള UR കാൻഡിഡേറ്റ്സ് ഒക്കെ ധൈര്യമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്ത് അങ്ങ് തുടങ്ങുക ഇപ്പോഴേ. കാരണം ആ സമയത്ത് ഇനി നിങ്ങളുടെ ചാൻസ് മിസ്സാക്കിയിട്ട് കാര്യമില്ല. 65 ഉള്ളൂ, എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട്. ഇനി 65 ഏറ്റവും എളുപ്പമുള്ള ഷിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടക്കാനുള്ള സാധ്യത കുറവാണ്. 65 ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്കിന് മുകളിൽ വരെ നോർമലൈസേഷൻ ലഭിക്കാം. 5 മുതൽ 10 മാർക്കൊക്കെ ഒരു ആവറേജ് ഡിഫിക്കൽട്ടി ലെവലുള്ള ഷിഫ്റ്റിലൊക്കെ 5 മുതൽ 10 മാർക്ക് വരെയുള്ള നോർമലൈസേഷനൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനിരിക്കുക. അല്ലെങ്കിൽ പഠിക്കാനല്ല, നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് എന്ത് ചെയ്യുക? തയ്യാറെടുക്കുക. ഇത് റാങ്ക് മിത്രയുടെ അവസ്ഥയാണ്. ഇനി നിങ്ങൾ RRB ഗ്രൂപ്പ് D, ഇത് ചെന്നൈ RRBയുടെ തന്നെ എവിടെയാണ്? നമ്മുടെ റാങ്ക് ഗുരുജിയുടെ അവസ്ഥയാണ്. റാങ്ക് ഗുരുജിയുടെ അവസ്ഥയാണ്. നമുക്ക് ഓൾറെഡി ഇവിടെ അറിയാം 8000 ചില കുട്ടികളാണ് ടോട്ടൽ വേക്കൻസി അല്ലെങ്കിൽ ടോട്ടൽ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുക. നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം കണ്ടോ 61 മാർക്കിന് മുകളിലുള്ളവരെ എല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ പറയുന്ന 8000 എന്ന് പറയുന്ന നമ്പർ തികയും. അപ്പോൾ കട്ട് ഓഫ് ഈ പറയുന്ന പോലെ ഒരു 60 മാർക്കിന് മുകളിലുള്ളവർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് തയ്യാറെടുക്കുക. 60 മാർക്കിന് മുകളിലുള്ളവർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അടുത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിന് നോർമലൈസേഷൻ കഴിയുമ്പോൾ 5 മുതൽ 10 മാർക്ക് വരെ നിങ്ങളുടെ മാർക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, ഞാൻ എന്തായാലും കടക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് ഗുരുജിയോ റാങ്ക് മിത്രയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടും ഞാൻ എവിടെയാണ് കിടക്കുന്നത്, എൻ്റെ മാർക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ മാർക്ക് കുറവാണ്, യാതൊരു കാരണവശാലും ഞാൻ കടക്കില്ല എന്ന് ഉറപ്പുള്ള കുട്ടികൾ റാങ്ക് എന്ത് ചെയ്യുക? RRB ഗ്രൂപ്പ് D 2025 നോട്ടിഫിക്കേഷൻ നിലവിൽ ലൈവാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അടുത്ത എക്സാമിന് പഠിക്കാനിരിക്കുക. എന്ത് ചെയ്തു? തളരാതെ മടി കൂടാതെ മുന്നോട്ട് പോവുക. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ അതിനെപ്പറ്റി എത്ര ടെൻഷൻ അടിച്ചിരുന്നിട്ടും ഒരു കാര്യം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു 65 മാർക്കിന് മുകളിലുള്ള ഒരു UR കാൻഡിഡേറ്റ് ആണ്. 60 മാർക്കിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു റിസർവേഷൻ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള 60 മാർക്കിന് മുകളിലുള്ള കുട്ടികളാണ്, 65 മാർക്കിന് മുകളിലുള്ള UR കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് തയ്യാറെടുക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് നിങ്ങൾ എഴുതിയ ഷിഫ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് സാധ്യതകളൊക്കെ ഞാൻ ഈ പറഞ്ഞ 2 വെബ്സൈറ്റുകൾ, നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ഈ 2 വെബ്സൈറ്റുകളിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയിലെത്താവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് സേഫ് സ്കോർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങളടുത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മടി കൂടാതെ ഇനിയും എന്ത് ചെയ്യുക? മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വീഴ്ചകൾ സംഭവിക്കാം, എക്സാമിന് പോരായ്മകൾ സംഭവിച്ചു കാണിരിക്കും, അതെല്ലാം നികത്തി മുന്നോട്ട് പോവുക. ഒരു എക്സാമിന് തോൽക്കുമ്പോഴേക്കും തളർന്നിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ 90-ന് മുകളിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾ, 95-ന് മുകളിൽ വരെ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. അത്രയും കോമ്പറ്റീഷൻ ലെവലുണ്ട്. അപ്പം മടി പിടിക്കാനോ തളർന്നിരിക്കാനോ ഉള്ള സമയം ഈ
എന്താണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകം നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടിത്തരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾക്ക് കട്ട് ഓഫോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഏകദേശം എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.